നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ ഇരുട്ടിൽ തപ്പിയ ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം നിർണായകമായ ചില വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ കൂടുതൽ തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് കണ്ടെത്താനായി എന്നത് ഏറെ ആശ്വാസകരം. ഒരു എത്തും പിടിയുമില്ലാത്ത അല്ലെങ്കിൽ പരാതിക്കാർ ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്, പക്ഷെ ആരും പരാതി നൽകാത്ത, നിയമപരമായിട്ട് നേരിട്ടൊരു പരാതിയില്ലാതെ അല്ലെങ്കിൽ അത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കാനാകാത്ത വിധം വളരെ പ്രതിരോധത്തിലായിരുന്നു ക്രൈംബ്രാഞ്ച്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം കൂടുതൽ തെളിവുകൾ രാഹുലിനെതിരെ കണ്ടെത്താൻ ക്രൈംബ്രാഞ്ചിന് സാധിച്ചത്. വെളിപ്പെടുത്തലുകളുമായി മുന്നോട്ട് വന്ന യുവതികൾ ആരും പരാതി നൽകില്ല എന്ന നിലപാട് സ്വീകരിച്ചതോടെ ക്രൈംബ്രാഞ്ച് അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരുന്നു. ഇതിനിടയിൽ ആകെ കച്ചിത്തുരുമ്പായിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രത്തിന് നിർബന്ധിക്കപ്പെട്ട ഇരയാണ്. എന്നാൽ ആ ഇരയിലേക്ക് എത്താനുള്ള ഏക പിടിവള്ളി ഇരയുമായി സംസാരിച്ച മാധ്യമ പ്രവർത്തകയായിരുന്നു. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രത്തിന് നിർബന്ധിക്കപ്പെട്ട ഇരയുമായി സംസാരിച്ച മാധ്യമ പ്രവർത്തകയുടെ മൊഴിയും ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിർണായകമായ മൊഴിയായിട്ട് അത് മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ ഇരയിലേക്ക് എത്താൻ ക്രൈംബ്രാഞ്ചിനെ ഏറെ സഹായിച്ചു ആ മാധ്യമ പ്രവർത്തക എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ആ ഇരയായ പെൺകുട്ടിക്കും പരാതിയില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ കൂടുതൽ തെളിവുകളാണ് ക്രൈംബ്രാഞ്ചിന് കിട്ടിയിരിക്കുന്നത്. രാഹുലിന്റെ ശബ്ദരേഖകളും ടെലഗ്രാം ചാറ്റുകളുമാണ് അന്വേഷണ സംഘം ശേഖരിച്ചത്. നേരത്തെ തന്നെ ചില നിർണായകമായ സ്ക്രീൻഷോട്ടുകൾ അടക്കം പുറത്തു വന്നിരുന്നു. ഇതെല്ലാം രാഹുലിന് വലിയ തിരിച്ചടിയായി മാറുകയാണ്. എന്തായാലും ഈ ഇപ്പോൾ ശേഖരിച്ചിരിക്കുന്ന ടെലഗ്രാം ചാറ്റ്, ശബ്ദരേഖ ഇത് രാഹുലിൻ്റേത് തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ കേസിൽ പരാതി നൽകിയ 11 പേരുണ്ട്. ഈ 11 പേരുടെയും മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമൂഹ മാധ്യമത്തിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പരിചയപ്പെട്ടതെന്നും തുടക്കം മുതൽ തന്നെ, അതായത് പരിചയപ്പെട്ട സമയം മുതൽ തന്നെ അശ്ലീല മെസ്സേജുകൾ അയച്ചെന്നും ഹോട്ടൽ മുറിയിലേക്ക് ക്ഷണിച്ചതായും യുവനടി അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിരുന്നു. ഇതിന്റെ സ്ക്രീൻഷോട്ടുകളും കൈമാറിയിരുന്നു. ഗർഭചിത്രത്തിന് നിർബന്ധിക്കപ്പെട്ട ഇരയുമായി സംസാരിച്ച മാധ്യമ പ്രവർത്തകയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗർഭചിത്രത്തിനിരയായ മറ്റു 2 യുവതികളുടെ കൂടി മൊഴി കിട്ടാനാണ് അന്വേഷണ സംഘം ഇപ്പോൾ ശ്രമിക്കുന്നത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വലിയ പ്രതിരോധത്തിൽ ലൈംഗിക ആരോപണങ്ങൾ അടക്കം നേരിട്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ രാഹുൽ പാലക്കാട് എത്തുമോ? പാലക്കാട് സജീവമാകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. കാരണം നിയമസഭയിൽ അദ്ദേഹത്തിന് എത്താൻ സാധിക്കും. കാരണം എത്തേണ്ട എന്ന നിർദ്ദേശമൊക്കെ അദ്ദേഹത്തിന് ഈ പാർട്ടിയിൽ നിന്ന് തന്നെ കിട്ടുന്നു. ആദ്യ ദിവസം എത്തി, പിന്നീട് അദ്ദേഹം എത്തുന്നില്ല. അപ്പോൾ ഇനി മണ്ഡലത്തിൽ സജീവമാകാനായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം. പക്ഷേ പാലക്കാട്ടേക്ക് ഉടൻ എന്തായാലും എത്തില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നിയമസഭ കഴിഞ്ഞ് മണ്ഡലത്തിൽ എത്തിയാൽ മതിയെന്നാണ് ഇപ്പോഴത്തെ ധാരണ. ശനിയാഴ്ച പാലക്കാട് എത്തുമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ ആ വരവ് തടയാൻ BJP കാത്തുനിന്നു. വലിയൊരു പ്രതിഷേധത്തിലേക്ക്, അതായത് MLA ഓഫീസ് പൂട്ടുന്നു, രാഹുൽ മാങ്കൂട്ടത്തിലും പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് BJP ഉറക്കെ വെല്ലുവിളിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ പാലക്കാടേക്ക് എത്തേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിൽ നേതൃത്വം എത്തിയിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. കാരണം തീർച്ചയായിട്ടും ഇപ്പോൾ നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയം പ്രതിപക്ഷത്തിന് സർക്കാരിനെതിരെ ഉന്നയിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളൊക്കെ ഉന്നയിച്ച് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ, വിമർശിക്കാനും ഒക്കെ കാത്തിരിക്കുന്ന പ്രതിപക്ഷത്തിന് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ഈ ഒരു മാധ്യമങ്ങൾ ശ്രദ്ധ പോയാൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലേക്ക് കാര്യങ്ങൾ ശ്രദ്ധ തിരികെപ്പെട്ടാൽ തീർച്ചയായിട്ടും അത് പ്രതിപക്ഷത്തിനെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു തീരുമാനം, അതായത് പാലക്കാട് MLA ഓഫീസിലേക്കും ഉടൻ എത്തേണ്ട, ഇത് കഴിഞ്ഞ് നിയമസഭാ സമ്മേളനം നമുക്ക് കഴിഞ്ഞിട്ട് എത്തിയാൽ മതി എന്ന തരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളായി മണ്ഡലത്തിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തീരുമാനിച്ചിരുന്നു. പക്ഷെ അതെല്ലാം റദ്ദാക്കിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയാൽ നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയങ്ങൾ ഗൗരവത്തിലെത്തില്ല. രാഹുലിലേക്ക് വാർത്തകൾ ചുരുങ്ങും, ഫോക്കസ് അവിടേക്ക് പോകും. എന്നാൽ ഈ ഒരു സാഹചര്യത്തിലാണ് രാഹുലിന് ഇത്തരത്തിലുള്ള ഒരു പ്രതിരോധം തീർത്തിരിക്കുന്നത്. അതേസമയം ആരോപണമുയർന്ന 1 മാസം കഴിഞ്ഞ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടലിന്റെ ഓഫീസ് BJP പ്രവർത്തകർ ഉപരോധിച്ചിരുന്നു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. പാലക്കാട് MLA കാണാതായിട്ട് 1 മാസമായെന്നും കോൺഗ്രസിന് വേണ്ടാത്തവരെ പാലക്കാട്ടെ ജനം ചുമക്കേണ്ട കാര്യമില്ലെന്നും BJP ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ പ്രതികരിച്ചിരുന്നു. രാഹുൽ രാജിവെക്കും വരെ പ്രതിഷേധിക്കാനാണ് BJPയുടെ നിലവിലെ തീരുമാനം. രാഹുൽ പാലക്കാട് പൊതുപരിപാടികളിൽ പങ്കെടുത്താൽ തടയുമെന്ന മുന്നറിയിപ്പ് DYFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ആ ഒരു തീരുമാനത്തിൽ DYFIയും പിന്നോട്ടില്ല എന്ന് തന്നെയാണ്. CPM ഈ ഒരു കാര്യത്തിൽ അടിയറവ് സമ്മതിച്ചു. അതായത് രാഹുലിനെ തടയേണ്ടതില്ല എന്ന തീരുമാനത്തിൽ CPM എത്തിയിട്ടുണ്ട്. പക്ഷേ
ഡിവൈഎഫ്ഐ കൃത്യമായ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പൊതുപരിപാടികളിൽ പങ്കെടുത്താൽ തടയുമെന്ന് തന്നെയാണ് അവരുടെ നിലപാട്. മാത്രമല്ല BJP പറയുന്നത് രാഹുലിനെ ആ ഓഫീസിലിരുന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നാണ്. കാരണം ആ ഓഫീസിനുള്ളിൽ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും പുറത്ത് ഞങ്ങൾ പ്രതിഷേധവുമായി ഉണ്ടാകും എന്നതടക്കമുള്ള ഒരു വെല്ലുവിളി BJPയുടെ ഭാഗത്തു നിന്നുമുണ്ട്. അപ്പോൾ ഒരു വശത്ത് BJP, ഒരു വശത്ത് DYFI പ്രതിരോധത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. എന്തായാലും വിവാദങ്ങളും അതുപോലെ തന്നെ ആരോപണങ്ങളും ഒക്കെ ഒരു വശത്ത് ശക്തമാകുമ്പോൾ തന്നെ തൻ്റെ പ്രവൃത്തി പദത്തിൽ തുടരുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. IMA സ്റ്റേഡിയം ബൈപ്പാസിൽ നിന്ന് പാളയപ്പേട്ട വഴി ജില്ലാ ആശുപത്രിയിലേക്കുള്ള ബൈപ്പാസ് നിർമ്മാണം തുടങ്ങിയിരിക്കുകയാണ്. ബൈപ്പാസിൽ നിന്ന് പാളയപ്പേട്ട വരെയാണ് കോൺക്രീറ്റ് പാത നിർമ്മിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 20 ലക്ഷം രൂപ ചെലവിലാണ് ദീർഘകാല ആവശ്യമായ ബൈപ്പാസ് നിർമ്മിക്കുന്നതെന്ന് വാർഡ് കൗൺസിലർ പറയുകയുണ്ടായി. 2 ആഴ്ചയ്ക്കുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കും. ബാക്കി സ്ഥലം കൂടി ഏറ്റെടുക്കണം. IMA ബൈപ്പാസിൽ നിന്ന് നിലവിൽ പാളയപ്പേട്ട വരെയാണ് പുതിയ റോഡ് നിർമ്മിക്കുന്നത്. ഇവിടെ നിന്ന് 100 മീറ്റർ കൂടി പൂർത്തിയാക്കാനായാൽ ജില്ലാ ആശുപത്രിയിലേക്ക് പുതിയൊരു വഴി കൂടിയാകും. അടിയന്തര ഘട്ടങ്ങൾ ഉൾപ്പെടെ ചികിത്സ ആവശ്യമുള്ളവരെ എളുപ്പത്തിൽ ആശുപത്രിയിലേക്ക് എത്തിക്കാനാകും. ഇതിനായി 4.5 സെന്റ് സ്ഥലം കൂടി ഏറ്റെടുക്കേണ്ടതുണ്ട്. സർക്കാരോ നഗരസഭയോ സ്ഥലം ഏറ്റെടുത്താൽ റോഡ് നിർമ്മിക്കാൻ തയ്യാറാണെന്ന് പൊതുമരാമത്ത് വകുപ്പ് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ഇതിനുള്ള നടപടികൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടും എങ്ങും എത്തിയിട്ടില്ല. ഫണ്ട് വകയിരുത്താത്തതാണ് പ്രശ്നം. സർക്കാരോ നഗരസഭയോ സ്ഥലം ഏറ്റെടുത്ത് ബൈപ്പാസ് ജില്ലാ ആശുപത്രി റോഡിലേക്ക് ബന്ധിപ്പിക്കണമെന്ന് കൗൺസിലർ അനുപമ പ്രശോഭ് ആവശ്യപ്പെടുകയുണ്ടായി. അതേസമയം ഈ ഒരു വിവാദങ്ങളൊക്കെ നിൽക്കുമ്പോൾ അദ്ദേഹം പ്രവൃത്തി പദത്തിൽ തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല തുടക്കത്തിൽ രാഹുലിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ച പല നേതാക്കന്മാരും പിന്നീട് അയയുന്ന ഒരു സാഹചര്യമുണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയെ പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കൾ സന്ദർശിക്കുന്ന സാഹചര്യമുണ്ടായി. കോൺഗ്രസ് പാലക്കാട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് CV സതീഷും മണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെ 6 പേരാണ് രാഹുലിനെ അടൂരിലെ വീട്ടിലെത്തി സന്ദർശിച്ചത്. എന്തായാലും കോൺഗ്രസ് പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിയിട്ടും രാഹുലിനെ സംരക്ഷിക്കാനാണ് പാലക്കാട്ടെ നേതാക്കളുടെ തീരുമാനം. രാഹുലിനെ പാലക്കാട്ടേക്ക് എത്തിക്കുന്ന കാര്യങ്ങളും ചർച്ചയായി. എന്തായാലും സൗഹൃദ സന്ദർശനമാണ് എന്നായിരുന്നു നേതാക്കൾ പ്രതികരിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് അനുഗമിച്ച സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമൻ ഷജീറിനെതിരെ പരാതി പ്രവാഹം വന്നതൊക്കെ നമ്മൾ കണ്ട കാര്യമാണ്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനും യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷനും നേതാക്കൾ പരാതി നൽകിയിരുന്നു. നേമൻ ഷജീറിനെതിരെ നടപടി ആവശ്യപ്പെട്ടായിരുന്നു പരാതി. നടപടിക്ക് വിധേയനായ രാഹുലിനെ അനുഗമിച്ചത് തെറ്റായ സന്ദേശം നൽകുന്നതാണ് എന്നാണ് പരാതിയിൽ വ്യക്തമാക്കിയിരുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ പകർപ്പുകൾ അടക്കം പുറത്തു വന്നിരുന്നു. കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ആകെ നാണക്കേടുണ്ടാക്കിയ സംഭവമാണ് മുൻ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ വന്ന സ്ത്രീ പീഡനങ്ങളുടെ ആരോപണങ്ങൾ എന്നതടക്കമുള്ള വിമർശനമൊക്കെ ഒരു വശത്ത് ശക്തമായിരുന്നു. എന്നാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ നിൽക്കുന്നു. അതിനിടയിൽ നിർണായകമായ തെളിവുകൾ രാഹുലിനെതിരെ കണ്ടെത്തുന്നു. ഇനി എങ്ങനെയാണ് ഈ കേസിന്റെ പോക്ക് എന്നതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.